ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? മഴയൊക്കെ തുടങ്ങി, എല്ലാവരും വീടിനുള്ളിൽ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ? ക്ലാസ്സുകളൊക്കെ നന്നായി കൂടുന്നുണ്ടോ? പിന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു വീഡിയോ ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. നേരം ദൈവമക്കളാകും നമ്മൾ, പാപമേതും നീങ്ങി നമ്മൾ ശുദ്ധരാകുന്നു. നേരം ദൈവമക്കളാകും നമ്മൾ, പാപമേതും നീങ്ങി നമ്മൾ ശുദ്ധരാകുന്നു. ദൈവാത്മാവിൻ ശക്തിയേകി ദൈവികമാം ജീവൻ നൽകി സഭാമക്കളാക്കി നമ്മെ മാറ്റിയിടും ഈശോ. ഇപ്പം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചോ? മാമോദീസായിലെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് അല്ലേ? മാമോദീസ എന്നാൽ എന്ത്, മാമോദീസായുടെ ഫലങ്ങൾ എന്തൊക്കെ, മാമോദീസ എന്ന വാക്കിനർത്ഥം, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതല്ലേ? എന്താ മാമോദീസ എന്ന വാക്കിനർത്ഥം? മുങ്ങുക, സ്നാനം സ്വീകരിക്കുക, ഇതൊക്കെയാണല്ലേ? അപ്പം നമ്മൾ മാമോദീസായ എന്താണെന്ന് പഠിച്ചു. ഇനി മാമോദീസായിൽ ഒരുപാട് കർമ്മങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, നമ്മളാരും മാമോദീസ സ്വീകരിച്ച ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നില്ല. എങ്കിലും പിന്നീട് കൂടിയ മാമോദീസകൾ ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ മാമോദീസ കൂടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾക്ക് പറയാവോ ആ വീഡിയോയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? അച്ഛൻ തൈലം പൂശുന്നത് കണ്ടല്ലേ? പിന്നെയോ കൊച്ചിനെ പുതിയ ഉടുപ്പ് ഇടിയിക്കുന്നത് കണ്ടു. കുഞ്ഞുവാവ പുതിയ ഉടുപ്പ് ഇടിയിക്കുന്നത് കണ്ടു. പിന്നെ കുഞ്ഞുവാവയുടെ കയ്യിൽ ഒരു തിരി കൊടുക്കുന്നത് കണ്ടല്ലേ? അപ്പം മാമോദീസായിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾക്കൊക്കെ ഓരോ അർത്ഥവുമുണ്ട്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് പഠിക്കാം. അതിന് മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പഠിച്ചായിരുന്നു മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താന്ന്? ആർക്ക് പറയാം? ഒരാൾ പറഞ്ഞേ, മാമോദീസ എന്നാൽ എന്താന്ന്? ജന്മപാപത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മെ മോചിതരാക്കുന്ന ദൈവീക ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു കൂദാശയാണ് മാമോദീസ. അപ്പം എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളിന്ന് മാമോദീസായുടെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോണേ. മാമോദീസായുടെ ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് പള്ളിക്കകത്ത് വെച്ചാണോ പുറത്ത് വെച്ചാണോ നടക്കുന്നത്? ദേവാലയത്തിന് പുറത്ത് വെച്ച് അല്ലേ? പ്രധാന കവാടത്തിന് മുന്നിൽ വെച്ചാ മാമോദീസായുടെ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. കുഞ്ഞുവാവയെ നന്നായിട്ട് കുളിപ്പിച്ച് നല്ല ആഭരണങ്ങളൊക്കെ അണിയിച്ച് നല്ല മനോഹരമായ വെള്ളയുടുപ്പൊക്കെ ഇടിയിച്ച് ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് ബന്ധുക്കളും അയൽവാസികളും മാതാപിതാക്കളും എല്ലാം ചേർന്ന് കൊണ്ടുവരുന്നു. എന്ത് സന്തോഷത്തോടെയാണ് അവരൊക്കെ ആ കുഞ്ഞുവാവേനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ദേവാലയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നു. ദേവാലയത്തിൻ്റെ ആ പ്രധാന വാതിലിന് നമ്മൾ എന്താ പറയുന്നത്? ആനാം വാതിൽ അല്ലേ? ആനാം വാതിൽ എന്നല്ലേ പറയുന്നത്? അല്ലെങ്കിൽ പ്രധാന കവാടം, അവിടെ അതിന് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ വികാരി അച്ഛനും ബന്ധത്തിൽ വല്ല അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ദേവാലയത്തിലെ ശുശ്രൂഷികളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഈ കുഞ്ഞാവയെ സ്വീകരിക്കാനായിട്ട് പ്രധാന കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ വന്ന് മാമോദീസ സ്വീകരിക്കുന്ന കുട്ടിയെ നമ്മൾ എന്താ പറയുന്നത്? മാമോദീസ അർത്ഥി, മാമോദീസ യാചിക്കുന്നയാൾ അല്ലെങ്കിൽ അർത്ഥിക്കുന്നയാൾ അവിടെ പ്രധാന കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അച്ഛൻ ഈ മാമോദീസാർത്ഥിയോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന്? ഒന്നാമതായിട്ട് ചോദിക്കുകയാണ്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ, അല്ലെങ്കിൽ പെൺകുഞ്ഞാണെങ്കിൽ മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നു എന്ന്. ആർക്കാ ഇഷ്ടം ഈ സാത്താൻ്റെ കെണിയിൽ പെട്ട് നിൽക്കാൻ? നമുക്കറിയാം, നമുക്കെല്ലാം, നിങ്ങളെല്ലാം എന്താ ആഗ്രഹിക്കുന്നത്? നല്ല ഫ്രീഡത്തോടെ ജീവിക്കാനാണ് അല്ലേ? പപ്പയും മമ്മിയൊക്കെ വീട്ടിലില്ലാത്ത ദിവസം നമുക്ക് കൂടുതൽ സമയം TV കാണാം, മൊബൈൽ കാണാം. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണല്ലേ? അപ്പം ഇവിടുത്തെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? പിശാചിൻ്റെ അടിമത്വം. നമ്മളൊരാളുടെ അടിമയായി കഴിയുമ്പോൾ എന്താ? നമുക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്നീ കുഞ്ഞു കൊച്ചിനോട് ചോദിക്കുമ്പം
കൊച്ച് മറുപടി പറയോ? ഇല്ല, അത് ചിലപ്പോൾ ഒറ്റ കരച്ചിലായിരിക്കും അല്ലേ? അങ്ങനെ കരയുന്ന കുഞ്ഞിനോട് ഉത്തരം ചോദിച്ചാൽ പറയോ? ഇല്ല. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആരാ മറുപടി പറയുന്നത്? തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒക്കെ ആരാണെന്ന്? അവരെ മറ്റൊരു പേര് കൂടി പറയും. എന്താ? ജ്ഞാനസ്നാന മാതാപിതാക്കൾ. ആരാണെന്ന് അറിയത്തില്ല. ഇന്ന് വീട്ടിൽ ചെന്ന് പപ്പായുടെ മമ്മിയോട് ഒന്ന് ചോദിക്കണേ, ആരാ എന്നെ മാമോദീസ മുക്കിയതെന്ന്. അപ്പം അങ്ങനെ മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിയോട് പുരോഹിതൻ ചോദിക്കുകയാണ്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നു? അപ്പോൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ചേർന്ന് പറയും ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് എന്താ ചോദിക്കുന്നത്? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? പാപത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുന്നു. ഒരു ക്രൈസ്തവ കുഞ്ഞായി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മാമോദീസയൊക്കെ സ്വീകരിച്ച് നിങ്ങൾ തെറ്റ് ചെയ്താൽ ഈശോയ്ക്ക് വിഷമായില്ലേ? വിഷമാകും. അപ്പം അതുകൊണ്ട് പാപമാർഗങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരെന്ത് പറയും? ഉപേക്ഷിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഈശോയെ നിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നുണ്ടോ? ഈശോയെ നിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നുണ്ടോ? അപ്പോൾ അവരെന്തുത്തരം പറയും? സ്വീകരിക്കുന്നു എന്ന് പറയും. അതെ, ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ വേണ്ടെന്ന് വെക്കണം. നിങ്ങൾക്കൊരു നല്ല സൈക്കിള് പപ്പ കൊണ്ടുത്തരുവാന്ന് വെച്ചോ. നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു ബോളുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ പപ്പ സൈക്കിളും കൊണ്ട് സൈക്കിളും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ബോള് അവിടെ ഇട്ടിട്ട് ഓടിച്ചെല്ലും. എന്തിനു വേണ്ടിയിട്ടാ? ആ സൈക്കിളിന് വേണ്ടിയിട്ട്. അപ്പം നല്ല കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കും. ദൈവത്തെ പിതാവായിട്ടല്ലേ ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്തുപേക്ഷിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്? പാപങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു എന്ന്. അങ്ങനെ 3 ചോദ്യങ്ങളൊക്കെ ചോദിച്ച ശേഷം ഈ മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് എന്ത് ചെയ്യുന്നു? ദേവാലയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. മറ്റു കുദാശകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കാനും മറ്റു കുദാശകളൊക്കെ ദേവാലയത്തിനകത്ത് വെച്ചാണ് സ്വീകരിക്കുന്നത് അല്ലേ? ഇത് ദേവാലയത്തിന് പുറത്ത് വെച്ചാൽ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ്? സഭയുടെ പ്രതീകമായിട്ടാണ് ദേവാലയം നിലകൊള്ളുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെ സഭയിലേക്ക് ആനയിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് പിന്നീട് എല്ലാവരും കൂടി ദേവാലയത്തിനകത്തേക്ക് പോകുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ തൈലം പൂശലാണ് നടക്കുന്നത്. അതിനു മുൻപ് ജ്ഞാനസ്നാന മാതാപിതാക്കളും ഈ കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കൂടി വിശ്വാസപ്രമാണം ചൊല്ലും. നിങ്ങൾക്ക് വിശ്വാസപ്രമാണം അറിയാവോ? ഇല്ല അല്ലേ? അപ്പോൾ ആദ്യ കുർബാനയൊക്കെ സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് വിശ്വാസപ്രമാണമൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ വിശ്വാസപ്രമാണം അവർ ചൊല്ലുന്നു ഈ മാമോദീസ സ്വീകരിക്കുന്ന കുട്ടിക്ക് വേണ്ടി. ഇനി പ്രായമായ ഒരാളാണ് മാമോദീസ സ്വീകരിക്കുന്നതെങ്കിൽ, പ്രായപൂർത്തി ഒരാളാണെങ്കിൽ അവർ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലും. അതിനുശേഷം വീണ്ടും ഇവർ അല്പം കൂടി മുന്നോട്ട് മാറി ഒരു മാമോദീസ തൊട്ടി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാമോദീസ തൊട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ മാമോദീസ തൊട്ടിയുടെ അടുത്തേക്ക് പോകും. അവിടെ വെച്ച് രണ്ടാമത്തെ തൈലം പൂശൽ നടക്കും. രണ്ടാമത്തെ തൈലം പൂശൽ എന്തിനാ സൂചിപ്പിക്കുന്നത്? ആത്മാവിലുള്ള ജനനത്തെ. ആരിലാണ് ജനിക്കുന്നത്? ആത്മാവിൽ. നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങളോട് എല്ലാവരും ചോദിക്കും, നീ ആരുടെ മോനാ, അല്ല നീ ആരുടെ മോളാന്ന്. അപ്പം നമ്മൾ നമ്മുടെ പപ്പായുടെ മമ്മിയുടെയൊക്കെ പേര് പറയും അല്ലേ? അവരുടെ പേര് പറയും, നമ്മൾ അവരുടെ മോളാ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ അവർക്ക് നമ്മളെ കൊടുത്തത് ആരാ? ഈശോ. അപ്പം നമ്മൾ ആരാ? ഈശോയുടെ മക്കൾ. അപ്പം ഈശോയിലുള്ള ജീവിതം ആരംഭിക്കുന്നതിൻ്റെ സൂചകമായിട്ടാണ് എന്ത്? രണ്ടാമത്തെ തൈലം പൂശൽ നടക്കുന്നത്. അതിനുശേഷം ഈ മാമോദീസ സ്വീകരിക്കുന്ന കുട്ടിയെ എന്തു ചെയ്യും? ആ മാമോദീസ തൊട്ടിയുടെ അടുത്തേക്ക് മാറ്റിയിട്ട് എന്തു ചെയ്യും? ആ കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം ഒഴിക്കും. തലയിൽ അച്ഛൻ വെള്ളം ഒഴിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ കുഞ്ഞെന്ത് ചെയ്യും? ഉറക്കെ കരയും. ചെറിയ കൊച്ചായിരിക്കുകയല്ലേ? അപ്പോൾ വെള്ളമൊക്കെ വന്ന് വീഴുമ്പോഴത്തേക്കും അത് കരയാനായിട്ട് തുടങ്ങും അല്ലേ? ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പാപത്തിൽ മരിച്ച്, പാപങ്ങളും പാപസാഹചര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പാപത്തിൽ മരിച്ച് ഈശോയിൽ ജനിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത തിരുക്കർമ്മം എന്ന് പറയുന്നത് ഏതാ? മൂന്നാമത്തെ തൈലം പൂശൽ. 3 തൈലം പൂശലുണ്ട് കേട്ടോ. 1, 2, 3. അപ്പോൾ മൂന്നാമത്തെ തൈലം പൂശൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ആത്മാവിൻ്റെ അഭിഷേകം. ഈ പാപവും പാപസാഹചര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ എന്താ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ധാരാളമായിട്ട് കിട്ടും. നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുമാത്രം മാറ്റങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നറിയാവോ? ബൈബിളിൽ നാം പരിശോധിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ പത്രോസും പൗലോസും ശിഷ്യന്മാരെല്ലാം എന്താ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെയൊക്കെ മാനസാന്തരപ്പെടുത്തി.
അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ വലിയ ശക്തിയുള്ളവരായിട്ട് മാറും. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം കുഞ്ഞിനെ എന്ത് ചെയ്യും? ധരിപ്പിച്ചുകൊണ്ട് വന്ന് ഉടുപ്പൊക്കെ മാറ്റി നല്ല വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നു. ഈ വെള്ള വസ്ത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? വെള്ളവസ്ത്രം വിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കിയേ, ആദ്യ കുർബാന സ്വീകരണത്തിനും മാമോദീസായ്ക്കും വിവാഹത്തിനും അതുപോലെ തന്നെ നമ്മൾ മരണത്തിൽ മരിച്ചു കിടക്കുമ്പോഴൊക്കെ നമ്മളെ കൂടുതലായിട്ടും എന്താ ധരിപ്പിക്കാറുള്ളത്? വെള്ളവസ്ത്ര. അപ്പോൾ വെള്ള പരിശുദ്ധിയുടെ അടയാളമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം കുഞ്ഞിൻ്റെ കയ്യിൽ എന്ത് ചെയ്യും? കത്തിച്ച തിരി നൽകും. കത്തിച്ച തിരി എന്തിനാ സൂചിപ്പിക്കുന്നത്? ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. നമ്മൾ ഓരോരുത്തരും പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാകാനും പ്രകാശം പരത്തുന്ന കുട്ടികളൊക്കെ ആയിട്ട് മാറാനുള്ളവരാണ്. എങ്ങനെയാണ് നമുക്ക് പ്രകാശം പരത്താനായിട്ട് പറ്റുന്നത്? നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സൽപ്രവർത്തികളിലൂടെ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചൊരിയുന്ന ചെറിയ നന്മയിലൂടെ നമുക്ക് പ്രകാശം പരത്താനായിട്ട് പറ്റും. ഇങ്ങനെ പ്രകാശം പരത്തുന്ന, ലോകത്തിന് നന്മ ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറണം. ഇപ്പം ഇത്രയും കർമ്മങ്ങളാണ് മാമോദീസായിൽ പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാ? എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ. ഒന്നാമത്തെ തൈലം പൂശൽ, അതെന്തിനെ സൂചിപ്പിക്കുന്നു? വിശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ തൈലം പൂശൽ ആത്മാവിലുള്ള ജനനത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ തൈലം പൂശൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ആത്മാവിൻ്റെ അഭിഷേകത്തെ. അതുപോലെ തന്നെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നു, കത്തിച്ച തിരി നൽകുന്നു, കുഞ്ഞിൻ്റെ തലയിൽ വെള്ളമൊഴിക്കുന്നു. ഇത്രയും കർമ്മങ്ങളാണ് മാമോദീസായ്ക്ക് പ്രധാനമായിട്ടുള്ളത്. ഇനി നിങ്ങൾ മാമോദീസയ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കുമല്ലോ? ഓക്കെ. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു തിരുവചനം പഠിച്ചായിരുന്നു. ആ വചനം ഓർമ്മിക്കുന്നുണ്ടോ? എല്ലാവരും ചേർന്നൊന്ന് വചനം പറഞ്ഞേ. ജലത്താലും അരൂപിയാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതേതാ വചനഭാഗം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം തിരുവചനം. എല്ലാവരും പഠിക്കുമല്ലോ അല്ലേ? അതെ. ഇനി നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിലെ 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോവാം. അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരുടെയും നോട്ട്ബുക്കിൽ അതുണ്ടാകണേ. ചെയ്യൂലോ? 29-ാം പേജിൽ നിങ്ങൾ നോക്കിയേ, 4 ചോദ്യങ്ങളുണ്ട്. ആ 4 ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ട് വരുമല്ലോ. നല്ല എളുപ്പാ. മാമോദീസ എന്ന വാക്കിനർത്ഥം എന്താ? മാമോദീസായുടെ ഫലങ്ങൾ എന്തൊക്കെയാ? മാമോദീസായിലെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ പഠിച്ചുകൊണ്ട് വരും. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിൽ വിശുദ്ധരായി സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാൻ ഈശോ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, മാമോദീസായുടെ ഫലങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.